ബാംഗ്ലൂരിൽ ഷോപ്പിംഗ് മാൾ തുടങ്ങുന്നതിനായി ചൊക്ലി സ്വദേശിയായ യുവാവ് 33 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയതായി പരാതി. ചൊക്ലി സ്വദേശി അഫ്സൽ എന്നയാളാണ് വൻ തട്ടിപ്പ് നടത്തിയതെന്ന് തട്ടിപ്പിനിരയായവർ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിക്ഷേപകർ നൽകിയ പണം അടിയന്തരമായി തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് തലശ്ശേരി SCPക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും ഇവർ പറഞ്ഞു. 3 വർഷം മുൻപ് അഫ്സൽ താൻ ബംഗളൂരു ആസ്ഥാനമാക്കി ഒരു ഷോപ്പിംഗ് മാൾ നിർമ്മിക്കുന്നുവെന്ന് നാട്ടുകാരും സുഹൃത്തുക്കളുമായ ആളുകളെ അറിയിക്കുകയായിരുന്നു. ഇതുപ്രകാരം 15 പേർ 32 കോടിയിൽ പരം നിക്ഷേപിച്ചുവെങ്കിലും അഫ്സൽ മുങ്ങുകയായിരുന്നുവെന്ന് തട്ടിപ്പിനിരയായവർ പറഞ്ഞു. അഫ്സൽ എന്ന ആള് 31 പേരിൽ നിന്നായി ഏതാണ്ട് 32 കോടിയോളം രൂപ ബാംഗ്ലൂരിൽ ബിസിനസ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഖത്തറിൽ നിന്നും നാട്ടിൽ നിന്നും പാർട്ണർഷിപ്പ് വ്യവസ്ഥ എന്നുള്ള നിലയിൽ അതിൽ നല്ലൊരു എമൗണ്ട് തിരിച്ചു കിട്ടും എന്നുള്ളൊരു രീതിയിൽ വാടകയായിട്ടും മറ്റുമൊക്കെ ഇവർ ഒരു വിശ്വാസവഞ്ചന ചെയ്തു എന്ന് ഏതാണ്ട് 3 വർഷം മുമ്പ് ഇത് തുടങ്ങിയതാണ്. അതിനുശേഷം ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ഖത്തറിൽ നിന്നും മുങ്ങി നാട്ടിലേക്ക് വന്നു. ഇപ്പം നാട്ടിൽ അബ്സ്കോണ്ടിങ് ആണ്. ആൾ എവിടെയുണ്ട് എന്നുള്ള ഒരു കൃത്യമായ വിവരം കിട്ടുന്നില്ല. പക്ഷേ ബാംഗ്ലൂരിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാദറുടെ പേരിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്. 1.5 ലക്ഷം രൂപയോളം വാടക കിട്ടാനുണ്ട്. കൂടാതെ അയാളുടെ ഫാദർ 4 ലക്ഷം മാസം 4.5 ലക്ഷം. അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ അനുജൻ്റെ പേരിലും ബിനാമി എന്നുള്ള നിലയിൽ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മുടക്കിയ ആൾക്കാർക്ക് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊരു വിശ്വാസവഞ്ചന ചെയ്തു എന്നുള്ള നിലയിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കും ഗവൺമെൻറ് തലത്തിലൊക്കെ ഞങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പലരും പല പ്രതീക്ഷകളുടെ അടിസ്ഥാനത്തിൽ സ്വന്തം മകളുടെ കല്യാണത്തിന് മറ്റ് പല ആവശ്യങ്ങൾക്കും ആയിട്ട് വെച്ചത് ഇയാളുടെ ആ ആകർഷണീയതയിൽ ശരിക്ക് വഞ്ചിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അത് ജനങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ 700 കോടി രൂപയുടെയും മറ്റൊക്കെ കേൾക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇനിയും ജീവിതകാലത്തുള്ള എല്ലാ സമ്പാദ്യവും നിസ്സഹായരായ ചില ആൾക്കാർ ഇങ്ങനെ വളരെ വിശ്വാസ്യതയോടുകൂടി കയ്യിലെടുത്തുകൊണ്ട് പറ്റിക്കുന്ന ഒരവസ്ഥ ഭാവിയിലെങ്കിലും ഉണ്ടാകരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ മുഖ്യമായ ആവശ്യം. കൂടാതെ അവരിൽ നിന്നും ഈ സംഖ്യ വസൂൽ ചെയ്യാൻ ഗവൺമെൻറ് തലത്തിലും പോലീസ് തലങ്ങളിലും ഇടപെട്ടുകൊണ്ട് ഈ സംഖ്യ തിരിച്ചു പിടിക്കാനുള്ള ഒരു ആവശ്യം ഞങ്ങൾ ഇതിൻ്റെ കൂടെ മുന്നോട്ട് വയ്ക്കുകയാണ്. ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട പ്രവാസികളായ നിക്ഷേപകർക്ക് നീതി ലഭിക്കുന്നതിനായി ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്നും അഫ്സലിന്റെ വീടിനു മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ അബ്ദുൾ അസീസ്, മുഹമ്മദ് അർഷാദ്, PM റഫീഖ്, നിസാമുദ്ദീൻ, KK ദുർഗാപ്രസാദ് എന്നിവർ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.